അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ഇമാം മഹദി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമാം മഹദി ഖുറാൻ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇൽമുകൾ പറയുന്ന സമയത്ത് ആ ഇൽമും ഖുറാന്റെ വ്യാഖ്യാന രീതികളും കണ്ടുകൊണ്ട് അതിലേക്ക് ആകർഷിച്ചുകൊണ്ട് വരുന്ന ഒരു സമൂഹം ഈ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ കറാമത്തുകൾ കണ്ടുകൊണ്ട് വരുന്നവരും ഉണ്ടാവും. പിന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങള് രീതികൾ ജീവിതചര്യകൾ അത് കണ്ടുകൊണ്ട് വരുന്നവരുണ്ടാവും. പിന്നെ ഓരോ പ്രവാചകന്മാർക്കും വന്ന പോലെ ആയത്തുകൾ തെളിവുകൾ വന്നുകൊണ്ട് അത് കണ്ടുകൊണ്ട് മനസ്സിലാക്കുന്നവരുണ്ടാവും. പല ഗ്രൂപ്പ് ഉണ്ടാവും. ഇമാമതിയെ മനസ്സിലാക്കാൻ പല ടൂൾ ഉപയോഗിക്കുന്നവർ. ഇമാമതിയുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇമാമതിയുടെ അടുത്ത് പോയി നിൽക്കണം. നമ്മൾ കേൾവി കൊണ്ട് കാര്യമില്ലല്ലോ. ഇമാമതിയോട് നമ്മൾ അടുത്ത് പോയിട്ട് നിൽക്കണം. അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കേണ്ടി വരും. അങ്ങനെ എല്ലാവർക്കും സാധ്യമല്ലാത്തതിന്റെ പേരിൽ പിന്നെയുള്ള വഴി എന്താണ്? അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത് പെരുമാറിയ ആളുകളെ അടുത്ത് പോയിട്ട് അന്വേഷിക്കുക. അങ്ങനെ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. രണ്ടാമത് അത് ഇൽമുകൾ, അദ്ദേഹം ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, ഹദീസ് എങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എന്നുള്ള രീതികൾ ശ്രവിച്ചുകൊണ്ട് ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. നമ്മൾ അദ്ദേഹത്തിന്റെ ഇൽമുകളും അദ്ദേഹത്തിന്റെ രീതികളും ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരും. അതിൽ രണ്ട് വഴികളും നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ വഴിയും അറിയണം, ഇദ്ദേഹത്തിന്റെ രീതിയും അറിയണം. രണ്ട് കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടുമാണല്ലോ. അങ്ങനെ ആകുമ്പോൾ കമ്പാരിസൺ കൊണ്ട് നമുക്ക് ഏറ്റവും ഉത്തമം ഏതെന്ന് നമുക്ക് ബോധ്യമാവും. അദ്ദേഹം പ്രവർത്തിച്ച കറാമത്തുകൾ, അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. അതിലും നമ്മളെ കണ്ട അത്ഭുതങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എത്ര വിദൂരതയിൽ ഇരിക്കുന്ന ആളായിരിക്കും. ഇമാമതി ഒരാളെ ഉണ്ടാവുള്ളൂ ലോകത്തിലെ എല്ലാ ജനങ്ങളിലേക്കും വരുന്നവനാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്ന കറാമത്തുകൾ അത് അദ്ദേഹത്തിന്റെ അടുത്തുള്ള ആളുകൾക്ക് അനുഭവപ്പെടുമ്പോൾ നമുക്കിങ്ങനെ അനുഭവപ്പെടാനാണ്. അപ്പൊ നമ്മൾ അതും അന്വേഷിച്ചറിയണം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൽമാണെങ്കിലും സ്വഭാവമാണെങ്കിലും കറാമത്തുകളാണെങ്കിലും ഇതൊക്കെ നമുക്ക് വിദൂരമാണ്. നമ്മളിലേക്ക് എന്താണ് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് അവിടെ ചിന്തിക്കണം. ഇതിലൊക്കെ ഒരു പക്ഷെ ചതി വന്നു പോയേക്കാം. പറയുന്ന ആള് കള്ളനാണെങ്കിൽ, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആള് കള്ളനാണെങ്കിൽ ചിലപ്പം ചതിപ്രയോഗം ഉണ്ടായേക്കാം. അവരെ നിരാകരിക്കാൻ പാടില്ല. കാരണം ഹക്കാണെങ്കിൽ നമ്മൾ തെറ്റുകാരാവും. അപ്പൊ നമ്മൾ സ്വയം ബോധ്യപ്പെടേണ്ടതുണ്ട് ഇതിൽ. ഈ രീതികളൊക്കെ ഇബ്ലീസും ഉപയോഗിക്കുന്നതാണ് വിഷയം. ഇൽമാണെങ്കിൽ ഇബ്ലീസ് ഉപയോഗിക്കും. ഇബ്ലീസിന്റെ ഇൽമ കേട്ടുകൊണ്ട് സാധാരണ യഥാർത്ഥ ഇൽമ കേൾക്കാത്ത ആളുകൾക്ക് അത് ഇൽമായി തോന്നും. ഇബിലീസിന്റെ സ്വഭാവങ്ങൾ കണ്ടുകൊണ്ട് യഥാർത്ഥ സ്വഭാവം കാണാത്ത ആൾക്ക് അത് ഇബിലീസിന്റെ സ്വഭാവം മാത്രമായിട്ടായി തോന്നും. അവനവന്റെ കുറ്റങ്ങളും കുറവുകളും അവൻ പബ്ലിക്കായി ചെയ്യൂലല്ലോ. അതൊക്കെ രഹസ്യമായിട്ടായിരിക്കും കുറ്റങ്ങളും കുറവുകളൊക്കെ. രഹസ്യമായിട്ട് ഏറ്റവും ഔന്നത്യമായ കാര്യങ്ങളെ കാണിക്കുള്ളൂ. പിന്നീട് അള്ളാഹുവിന്റെ ആയത്തുകളാണ്. ആയത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു താല പലർക്കും ആയത്തുകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. സാലി നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകം ഒരായത്തായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരായത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇത് ചിന്തിക്കേണ്ടത് ഏത് പ്രവാചകൻ ഏത് കൗമിലേക്കാണോ വരുന്നത് അവർക്ക് മാത്രമാണ് ഇത് ഉപകാരപ്പെടുള്ളൂ. സോൽ നബി അലൈഹി ഇസ്ലാമിന് ഒട്ടക്കം ഇറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൗമിൽ അത് കാണാൻ സാധിക്കുന്നവർക്ക് അത് ആയത്തായിട്ട് മാറും. അല്ലാത്തവർക്ക് എന്തായത്തായിട്ടാ മാറാ? അല്ലാത്തവർക്ക് ആയത്തായി മാറേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം വന്നത് ഒരു കൗമിലേക്കാണ്. അവർക്ക് മാത്രം മതി ആയത്ത്. പക്ഷെ ഇമാം അലൈഹി ഇസ്ലാം വരുന്നത് ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ആയത്താണ്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ആയത്താണോ. അങ്ങനെയുള്ള ആയത്തുകളും കൂടെ ഉണ്ടാവും ഇമാം അലൈഹി ഇസ്ലാം വരുന്ന സമയത്ത്. ആയത്ത് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞത് കൊണ്ട് ലോകത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊള്ളാം എന്നില്ല. അതിന്നവരെ ഒരാളെ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പ്രവൃത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കണ്ടുകൊണ്ട് വിശ്വസിച്ച കൂട്ടക്കാരുണ്ട്, അവിശ്വസിച്ച കൂട്ടക്കാരുമുണ്ട്, വിശ്വസിക്കാത്ത മുനാഫിക്കങ്ങളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അതേപോലെ ആയത്തുകൾ വന്നതിന്റെ പേരിൽ ലോകം മുഴുവൻ ഒന്നടങ്കം വിശ്വസിക്കാൻ പോകുന്നില്ല. ഈമാൻ ഉള്ളവർക്ക് തന്നെ അതൊക്കെ ഉപകാരപ്പെടുള്ളൂ. പക്ഷെ അള്ളാഹു തെളിവ് പൂർത്തിയാക്കും. അള്ളാഹു നാളെ നമ്മൾ നിഷേധിക്കുന്ന സമയത്ത്, നാളെ നമ്മൾ ഒഴിവുകൾ പറയുന്ന സമയത്ത് അല്ല അങ്ങനെയല്ല, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യം പൂർത്തിയാക്കും. അള്ളാഹുവിന്റെ ആയത്തുകൾ ഇറക്കും. അവന്റെ കറാമത്തുകൾ അവരോട് പ്രകടമാക്കും. ഇൽമുകൾ അവരെ നാവിലൂടെ പ്രകടിപ്പിക്കും. അവരുടെ സ്വഭാവങ്ങളെ മാറ്റങ്ങൾ കാണിച്ചു കൊടുക്കും. അള്ളാഹു തആല ചെയ്യും. ഇനി ഇമാം അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ നമ്മൾ മുൻഗാമികളായ പ്രവാചകന്മാരെ പോലെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇമാം മഹദിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടാവും. ആ പണ്ഡിതന്മാര് ഇമാം മഹദിയെ മനസ്സിലാക്കുക എങ്ങനെയാണ്? ഇമാം മഹദിയെ കുറിച്ച് വന്ന പ്രവചനങ്ങളിലേക്ക് അവർ നോക്കും. ആ പ്രവചനങ്ങൾ കിടക്കുന്ന എവിടെയാണ്? ഖുറാനിലും ഹദീസിലും മഹാന്മാരെ കൗലുകളിലും. ഇതെല്ലാം അവർ പരിശോധിക്കും. അപ്പൊ അത് വെച്ചുകൊണ്ട് അവർ അളക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് കാര്യം മാച്ച് ചെയ്യാത്തുണ്ടാവും. എല്ലാ കാര്യവും മാച്ച് ചെയ്യാത്ത കാരണം അവരെന്ത് ചെയ്യും? നിരാകരിക്കും. ഇത് മുൻകാലങ്ങളിൽ സംഭവിച്ച അതേ കാര്യം തന്നെ ഈ കാലം സംഭവിക്കുക. ഇവിടെ നമ്മൾ ഭയപ്പെടണം. കാരണം നമ്മുടെ കയ്യിലുള്ള ഹദീസുകള്, മഹാന്മാരെ വാക്കുകള്, ഇതൊക്കെ ശരിയാണോ അല്ലേ, റദ്ദ് ബദൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം.
മുൻഗാമികളായ മുഴുവൻ ആളുകൾക്കും അത് സംഭവിച്ചിരിക്കണമെങ്കിൽ, അതിൽപ്പെട്ട പണ്ഡിതന്മാർക്കൊന്നും അവരവരെ പ്രവാചകന്മാരെ ബോധ്യപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ഉമ്മത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ അല്ല, ഈ ഉമ്മത്തില് പ്രത്യേകമായ സേഫ്റ്റി ഉണ്ട്. അല്ലാഹു തആല പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിലെ ഒരു കൂട്ടം ജനങ്ങൾ ഹിദായത്തിൽ തന്നെ ആയിരിക്കും, ഖുർആനിൽ യാതൊരു മാറ്റത്തിരുത്തലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെ കുറിച്ചാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ ചിന്തിക്കണം. അല്ലാഹു തആല അത് പറയുന്നത് ഖുർആനെ കുറിച്ച് മാത്രമാണ്. ഖുർആനിൽ റദ്ദബദൽ ഉണ്ടാവില്ല, പക്ഷെ ഖുർആന്റെ തഫ്സീറിൽ റദ്ദബദൽ ഉണ്ടാവും. അങ്ങനെ അല്ല എങ്കിൽ ഖുർആനും ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ, തഫ്സീറും ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ ഖുർആൻ ഒന്നേ ഉള്ളൂ, തഫ്സീർ 73 അതിൽ കൂടുതലോ ഉണ്ട്. എന്നെ കാര്യം കാണിക്കുന്നത് എന്താണ്? ഖുർആൻ റദ്ദബദൽ ഉണ്ടായിട്ടില്ല, തഫ്സീറിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ഇബ്ലീസ് ഉപയോഗിക്കുന്ന സൂത്രം എന്താണ്? ഈ തഫ്സീറുകളും ഖുർആന്റെ ഭാഗമാണ് എന്നൊരു തോന്നല്, എന്നൊരു ലോജിക്ക് അവരിലേക്ക് ഇട്ടുകൊടുക്കണം. അത് കാരണം അവര് തഫ്സീറിനെ എന്ത് ചെയ്യൂല, അവിശ്വസിക്കൂല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ തഫ്സീർ എഴുതുന്ന മഹാന്മാര് തന്നെയാണ്. പക്ഷെ മഹാന്മാർ ഈ തഫ്സീറില് കൈകടത്തലുകൾ വന്നു പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതും അവരുദ്ദേശിച്ച കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതൊക്കെ പ്രസക്തമാണ്. ബൈബിളിനും ഇഞ്ചീലിനും സബൂറിനും നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്, അതേ ഇമ്പോർട്ടന്റ് അതിനും കൊടുക്കാം. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഖുർആന് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ സാധിക്കൂല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഖുർആൻ വലിച്ചെറിഞ്ഞവരെ പോലെ ആവും. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന രീതിയിലായിത്തീരും കാര്യങ്ങൾ. അതും കൂടി കൊണ്ടാണ് റസൂലുള്ളാഹി പറയാൻ കാരണം, ഈ ഖുർആൻ ഏറ്റവും നന്നായി വ്യാഖ്യാനിക്കുക എന്റെ ഇമാമതി ആയിരിക്കും എന്നുള്ളത്. ഇമാമതി വരേണ്ട ആവശ്യം എന്താ അവിടെ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആന് ഒരിക്കലും ഒരു മാറ്റത്തിലുണ്ടാവുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസുകളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. മഹാന്മാർ ഇവിടെ വളരെ ആക്റ്റീവാണ് എങ്കിൽ ഇമാമതിന് ആവശ്യമില്ലല്ലോ. എന്താവശ്യം? ഒരാവശ്യമില്ല. ആവശ്യമുള്ളതിന്റെ പേരിലാണ് ശരിക്കും വരുന്നത്. അത് ആവശ്യം എന്താണ്? ബനി ഇസ്രായേലിലെ പണ്ഡിതന്മാർക്ക് സംഭവിച്ചത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവര് സമ്മതിക്കൂല. അവര് സമ്മതിക്കണമെന്നില്ല. അള്ളാഹുവിന്റെ കണ്ണിൽ സംഭവിച്ചിട്ടുണ്ട്, അള്ളാഹു ആലിഫ്യങ്ങളുടെ കണ്ണിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ പിന്നെ അള്ളാഹു തആല അത് ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്നതിന്റെ പേരിൽ തന്നെയാണ് ഇമാമതിയെ പറഞ്ഞയക്കുന്നത്. ഹിദായത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ ഒരു അത്താണി ആയിക്കൊണ്ട്, അവസാനത്തെ ഒരു ബാതിലായിക്കൊണ്ട്, ഈമാനിലേക്കുള്ള കവാടമായിക്കൊണ്ട്. ആ കവാടം കടന്നാൽ തന്നെ നമുക്ക് ഈമാൻ കിട്ടുള്ളൂ. ഇമാമതി ലസനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഖുറാന്റെ പല ആയത്തുകളെ യഥാർത്ഥമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരും. ഹദീസുകളിലുള്ള അർത്ഥം ശരിക്കും മനസ്സിലാക്കി തരും. അപ്പൊ ഇമാമതി അലൈഹി സ്വലാം തരുന്ന അർത്ഥം തന്നെയാണോ യഥാർത്ഥ അർത്ഥം, അതോ നമ്മളെ മുഫസ്സിരിങ്ങൾ പഠിപ്പിക്കുന്ന അർത്ഥമാണോ യഥാർത്ഥ അർത്ഥം എന്നുള്ള വിഷയത്തിൽ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഇത് ആരിലാണ് സത്യം എന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ദിക്റെ ഖൽബ്. യഥാർത്ഥ അർത്ഥാണ് അതേ ഉള്ളൂ. ഇതിങ്ങനെ തന്നെ വിശ്വാസമാവുന്നവർക്ക് അതിന്റെ ആവശ്യമില്ല. ആയത്തുകൾ കൊണ്ടോ അല്ലെങ്കിൽ കറാമത്ത് കൊണ്ട്, ഇൽമ് കൊണ്ട്, സ്വഭാവം കൊണ്ട് മനസ്സിലാക്കിയ ആളുകൾക്ക് എന്തിന്റെ ആവശ്യമില്ല? ദിക്റെ ഖൽബിന്റെ ആവശ്യമില്ല. പക്ഷെ അതുകൊണ്ട് മനസ്സിലാവാത്ത ആളുകൾ, കൺഫ്യൂഷനുള്ള ആളുകൾക്കും ദിക്റെ ഖൽബിന്റെ ആവശ്യമുണ്ട് മനസ്സിലാക്കാൻ. ദിക്റെ ഖൽബിന്റെ ഇൽമ് നിഷേധിക്കുകയാണെങ്കിലോ അവർക്ക് യാതൊരു മാർഗവുമില്ല രക്ഷപ്പെടാൻ. ഒന്നുണ്ട്, ഈ ആയത്തുകൾ കൊണ്ടും ഈ ഇൽമുകൾ കൊണ്ടും സ്വഭാവങ്ങൾ കൊണ്ടും കറാമത്ത് കൊണ്ടൊക്കെ ഒരു മനുഷ്യൻ വഞ്ചിതനായി പോയേക്കാം. ഒരു പക്ഷേ അവൻ ചെന്ന് വിടുന്നത് ഒരു ഇബ്ലീസിന്റെ കയ്യിലാണെങ്കിൽ, അതല്ല യഥാർത്ഥത്തിൽപ്പെട്ട ഒരു ഷെയ്ഖിന്റെ കയ്യിലാണെങ്കിലും അവൻ രക്ഷപ്പെട്ടേക്കാം. അത് അവന്റെ ലെക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. പക്ഷെ ദിക്റെ ഖൽബ് കൊണ്ട് ചെന്ന് ചേരുന്നവരൊക്കെ ഹക്കിലേക്ക് മാത്രമേ എത്തുള്ളൂ. അങ്ങനെ ഒരു അടയാളവും ഒരു സഹായവും അല്ലാഹു തആല ഭൂമിയിൽ വെച്ചിട്ടുണ്ട്, അത് ഖുർആനിൽ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്ന ദിക്റെ ഖൽബ് എന്നുള്ള വിഷയം. ദിക്റെ ഖൽബ് എന്നുള്ള വിഷയത്തിൽ നമ്മൾ സഹായം തേടുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ വഴിയിലേക്ക് എത്തിച്ചേരും. എന്നാൽ ഈ ജനങ്ങളിൽ ആരുടെ കയ്യിലും ഇല്ല. ഒരു മശായിഖന്മാരുടെ കയ്യിലോ ഒരു കിതാബിലൊന്നും എഴുതി വെച്ചിട്ടില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുണ്ട്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ള വിഷയം ഈ 73 തഫ്സീറുകളിലും വന്നില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? 73 തഫ്സീറിൽ ഉള്ള ആളുകൾ ഒരു പക്ഷേ എന്തായിരിക്കൂല? ദാഖിറെ ഖൽബികളായിരിക്കൂല. അല്ല എങ്കിൽ ദാഖിറെ ഖൽബി ആയ ഏതെങ്കിലും ഷെയ്ഖ് ഖുർആന്റെ തഫ്സീർ എഴുതി വച്ചിരിക്കുന്നു എങ്കിൽ ആ ഭാഗം അതിന് വെട്ടിത്തിരുത്തി മാറ്റിയിട്ടുണ്ട്. ആരുടെ പ്രേരണ മൂലം? നഫ്സിന്റെ പ്രേരണ മൂലം, ഇബ്ലീസിന്റെ പ്രേരണ മൂലം. എവിടെയൊക്കെ അങ്ങനെയുള്ള ഇൽമ് പബ്ലിസിറ്റി വന്നിട്ടുണ്ടോ അവിടുന്നൊക്കെ ഇത് മാറ്റിയിട്ടുണ്ട്. അതിന് വലിയ പണിയൊന്നുമില്ല ഇബ്ലീസിന്. നമുക്കാണത് ബുദ്ധിമുട്ടായി തോന്നുന്നത്. ഇബ്ലീസിന്റെ സൂത്രം കൊണ്ടും തന്ത്രം കൊണ്ടും അതൊക്കെ നിസ്സാരാണ്. കാരണം ഒരാളെ ഖൽബ് മുനവറായിട്ടില്ല എങ്കിൽ അദ്ദേഹം ഇബ്ലീസിന്റെ കയ്യിലുള്ള പാവ പോലെയാണ്. എന്തും ചെയ്യാൻ സാധിക്കും അതിലൂടെ. ഖൽബ് മുനവറായി കഴിഞ്ഞാൽ മാത്രമാണ് പ്രയാസം നേരിടുന്നത് ഇബ്ലീസിന്. അത്തരക്കാർ ഇബ്ലീസിനൊന്നും ചെയ്യാൻ സാധിക്കൂല. അപ്പൊ അതിലേക്ക് എത്തിക്കാതെ ഒരു ആളുകൾ അകറ്റി നിർത്തലാണ് അടുത്ത ജോലി. ഇങ്ങനെ ആകെ ഫിത്തിനോടുമ്പിൽ ഫിത്തിന പറക്കുന്ന കാലഘട്ടമാണ് ഖിയാമത്തിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം. അപ്പൊ അതിലേക്ക് വരുന്ന ഇമാം അലൈഹി ഇസ്ലാം മനസ്സിലാക്കാൻ ഉള്ള ചില സൂചനകളാണ് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? ദിക്റെ ഖൽബ് തന്നെയാണ്. ഇനി അതിനെക്കുറിച്ച് എന്താണ് ഖുർആനിൽ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം.
നമ്മള് അതിനു മുമ്പ് ചിന്തിച്ചു വെക്കേണ്ട വിഷയങ്ങൾ, ഇമാം മഹദിയെ കുറിച്ച് പറയുമ്പോൾ ചിന്തിച്ചു വെക്കേണ്ട വിഷയങ്ങൾ എന്താണ്? ഹദീസുകളിൽ പരിപൂർണമായി യോജിക്കാതിരിക്കാം, പണ്ഡിതാഭിപ്രായങ്ങൾ യോജിക്കാതിരിക്കാം, വേദഗ്രന്ഥങ്ങൾ തഫ്സീറുകൾ യോജിക്കാതിരിക്കാം. ഇതിന്റെയൊക്കെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയങ്ങളാണ്. ഇതൊക്കെ വന്ന സോഴ്സുകൾ ഇബ്ലീസിന്റെ നഫ്സ് എന്നുള്ള ഒരു സഹായിയുടെ പ്രേരണ കൊണ്ട് വന്ന കാര്യങ്ങളാണ്. നഫ്സ് അടക്കി ഭരിക്കുന്ന സമൂഹത്തിൽ നിന്നും വരുന്ന ഹദീസുകള്, ആയത്തുകള്, ഇൽമുകള് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? അതിന് റസൂല് ജനങ്ങളെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞ ചില ഹിക്മത്ത്പരമായ ഹദീസുകളുണ്ട്. ഖുറാസാന്റെ ഹദീസ് പറഞ്ഞ പോലെ അത്തരം ഹദീസുകള് ഈ നഫ്സിന് മനസ്സിലാവാത്ത കാരണം, ഇബ്ലീസിന് മനസ്സിലാവാത്ത കാരണം ബുദ്ധിമാന്മാർ കയ്യിലെത്തും. ബുദ്ധിമാന്മാർ പുതിയ വെച്ച് കാണിച്ചു തരും. ഇവിടെയൊക്കെ നമുക്കുള്ള ഏക മാർഗം എന്താണ്? ഹദീസുകളിൽ കൂടെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദഗ്രന്ഥങ്ങളിലൂടെയല്ല, പണ്ഡിത അഭിപ്രായങ്ങളിലൂടെയുമല്ല. ഒരു ദാക്കിറ കൽബിയുടെ സഹായം തേടണം. അല്ല എങ്കിൽ നമ്മൾ ഖുറാന്റെ സഹായം തേടണം. ഖുറാനിൽ നിന്ന് സഹായം എടുക്കാൻ അറിയില്ല എങ്കിൽ പിന്നെ നമുക്ക് ഈ ദിക്റ കൽബിനെ മുതൽ ആസുലാക്കണം. ഇതിനെ ആസുലാക്കി തരാൻ ഒരു ഷെയ്ഖ് ഉണ്ടെങ്കിൽ ആസുലാക്കി തരാൻ പറ്റുള്ളൂ. ക്യാമറാവിന്റെ ഒരു ഷെയ്ഖും അങ്ങനെ ഉണ്ടാവില്ല. ഷെയ്ഖന്മാരൊക്കെ എന്തായി പോയിട്ടുണ്ട്, ഇല്ലാതായി പോകുന്ന കാലഘട്ട കിയാമത്ത്. പിന്നെ അത് ആസിലേക്ക് തരാനും വരുന്നത് ആരെന്നെയാണ്? ഇമാം മഹദി തന്നെ വരുള്ളൂ. ഇമാം മഹദി വന്നുകൊണ്ട് ആദ്യം പഠിപ്പിക്കുന്ന വിഷയം ഇതായിരിക്കും. എന്താണ് ദിക്റ കൽബ്, ദാക്കിറ കൽബ്, എങ്ങനെ ആയിത്തീരാ, അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ആക്കി തീർക്കും അവരെ. അങ്ങനെയാണ് ഈ ഇൽമു പുറത്തേക്ക് വരിക. ദാക്കിറ കൽബ് ആക്കി തീർത്ത ശേഷം അവരോട് ഖുറാനിലേക്ക് നോക്കാൻ പറയും, ഹദീസിലേക്ക് നോക്കാൻ പറയും, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിലേക്ക് നോക്കാൻ പറയും. അവ വ്യക്തമായി അവർക്ക് മനസ്സിലാവും. ഖുറാനില് തഫ്സീറിൽ എന്താണ് പിഴവ്, ഹദീസുകൾ തഫ്സീറിൽ എന്താണ് പിഴവ്, ഹദീസുകൾ എവിടെയാണ് ജസ്റ്റ് വേർഡ് കയറിപ്പോയത്, ഏതാണ് വിട്ടുപോയത്, പണ്ഡിത അഭിപ്രായങ്ങളിൽ ആരാണ് റദ്ദ് ചെയ്തത്, ഇതൊക്കെ അവർക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഇതിലേക്കുള്ള ഫസ്റ്റ് ഘട്ടം ഇതിലൂടെയാണ്, ദിക്റ കൽബ് കിട്ടുന്നതിലൂടെയാണ്. പക്ഷെ ഇതൊക്കെ ദുനിയാവിന്റെ സിസ്റ്റങ്ങളാണ്. കാര്യങ്ങളും കാരണങ്ങളൊക്കെ മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ഒരു വെളിപ്പെടൽ മാത്രം നടക്കുന്നുള്ളൂ ഈ വിഷയം കൊണ്ടൊക്കെ. ഇത്തരം കാര്യങ്ങളിലേക്ക്, യഥാർത്ഥത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് വേഗം എത്തിച്ചേരാൻ സാധിക്കും, ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും. അല്ലാത്തവർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും 1.25 ലക്ഷം സഹാബത്ത് ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് 1.25 ലക്ഷം ആളുകളല്ലല്ലോ, കോടാനു കൂടി ആളുകൾ അന്നുണ്ടല്ലോ. പക്ഷെ അവരിലെ ഭാഗ്യവാന്മാർ ആരാണ്? 1.25 ലക്ഷം സഹാബത്ത്. അതിൽ തന്നെ ഒരുപാട് ആളുകൾ, പകുതി ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തോടുകൂടി മതം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, മതം വിട്ടുപോയി. ഈമാൻ എന്നുള്ള പറഞ്ഞ വിഷയം വലിയൊരു സമ്പത്താണ്. അതിലേക്ക് എത്തിച്ചേരലും ദുഷ്കരാണ്. അത് അന്വേഷിക്കുന്നവർക്കും ഇഖ്ലാസ് ഉള്ളവർക്കും എളുപ്പമാണ് എന്നത് മാത്രം. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.